Hi children, welcome to science class. In the last class, we have discussed about mirrors, concave and convex mirrors. Okay, today you are going to study about lenses. നമ്മൾ ലെൻസിനെ കുറിച്ചാണ് നോക്കാൻ പോണത്. Okay. Images formed by lenses. There are two type lenses in the pictures under convex lens and concave lens. Convex lens ആണത് എന്താണ് മിഡില് ബൾജ് ചെയ്ത് നിൽക്കുന്നത്, പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, യു മൈറ്റ് ഹാവ് സീൻ എ മാഗ്നിഫയിങ് ഗ്ലാസ്. ഇറ്റ് ഈസ് മാഗ്നിഫയിങ് ഗ്ലാസ് ആണ് ഇത്. മാഗ്നിഫയിങ് ഗ്ലാസ് കൈ നോക്കുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഇറ്റ് ഈസ് യൂസ് ടു റീഡ് വെരി സ്മോൾ പ്രിന്റ്. വളരെ ചെറിയ അക്ഷരം നമുക്ക് അതിലൂടെ നോക്കി വായിക്കാൻ പറ്റും. You might have also used to observe the body parts of cockroach or an earthworm. കോക്രോച്ചിന് ഇപ്പൊ നമ്മള് വലിയ ക്ലാസ്സിലെത്തിയാൽ കോക്രോച്ചിന്റെ earthwormന്റെ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്, ബോഡി ഒബ്സർവ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ലെൻസ് മാഗ്നിഫൈങ് ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലെൻസ്. Lenses are widely used in spectacles. Spectacles ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ടെലിസ്കോപ്പില് മൈക്രോസ്കോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, get some lenses, touch and feel them. ലെൻസ് കിട്ടിയാൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക. Can you find some differences just by touching? ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. Those lenses which feel thicker in the middle than at the edges are convex lenses. മിഡില് തിക്കർ ആയിട്ടുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. എഡ്ജിനെ കമ്പയർ ചെയ്യുമ്പോൾ മിഡില് തിക്കർ ആയിട്ടുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. Those which feel thinner in the middle than at the edges are concave lenses. തിന്നർ, മിഡില് തിന്നർ ആയിട്ടുള്ളത് കോൺകേവ് ലെൻസസ് ആണ്. എഡ്ജിനെ കമ്പയർ ചെയ്യുമ്പോൾ മിഡില് തിന്നർ ആയിട്ടുള്ളത് കോൺകേവ് ലെൻസസ് ആണ്. ലെൻസസ് ആർ ട്രാൻസ്പാരന്റ് ആൻഡ് ലൈറ്റ് ക്യാൻ പാസ് ത്രൂ. ട്രാൻസ്പാരന്റ് ആണ് ഈ ഗ്ലാസ് അല്ലെ, രണ്ട് സൈഡും എന്താണ്, രണ്ട് സൈഡിലൂടെയും ലൈറ്റ് പാസിങ്, ലൈറ്റ് ക്യാൻ പാസ് ത്രൂ ദം. ഓക്കെ, look at the activity. Take a convex lens or magnifying glass. Convex lens എടുക്കുക, put it in the path of sunrays. സൺറൈസിന്റെ പാത്തിൽ വെക്കുക. Place a sheet of paper. എന്നിട്ട് ആ സൺലൈറ്റ് വരുന്ന ആ പാത്തിൽ വെക്കുക. അതിന് കറക്റ്റ് അതിന്റെ താഴെയായിട്ടൊരു പേപ്പർ വെക്കുക. ആ പേപ്പറിലേക്ക് ആ സൺലൈറ്റിനെ ഫോക്കസ് ചെയ്യുക. ആ നല്ല സൺലൈറ്റിന് ഒരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഹോൾഡ് ദ ലെൻസ് ആൻഡ് ദ പേപ്പർ ഇൻ ദിസ് പൊസിഷൻ ഫോർ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് സമയം അങ്ങനെ വെക്കുക. വാട്ട് ഹാപ്പൻ? ദ പേപ്പർ ബിഗിൻ ടു ബേൺ. പേപ്പർ എന്താവും? ബേൺ ചെയ്യാൻ തുടങ്ങും. നൗ റീപ്ലേസ് ദ കോൺവെക്സ് ലെൻസ് വിത്ത് എ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടും അത് ചെയ്തു നോക്കുക. ഡു യു സീ എ ബ്രൈറ്റ് സ്പോട്ട് ഓൺ ദ പേപ്പർ ദിസ് ടൈം ടു? എന്താ, അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബ്രൈറ്റ് സ്പോട്ട് കിട്ടില്ല. പക്ഷെ ലെൻസില് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പേപ്പർ ബേൺ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് another activity. Before that, look here. A convex lens converges the light generally falling on it. കോൺവെക്സ് ലെൻസ് ആണ് ഫസ്റ്റ് പിക്ചറിൽ ഉള്ളത്. അതെന്താ ചെയ്യുന്നത്? കൺവേർജ് ചെയ്യും. ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കും. ഈ ലൈറ്റ് റേസ് ഇങ്ങനെ വന്നു ഇവിടെ എത്തിയിട്ട് എന്താവും? അത് കൺവേർജ് ചെയ്യാണ് ചെയ്യുന്നത്, കൂട്ടി യോജിപ്പിക്കും. Therefore it is called a converging lens. അതുകൊണ്ട് കോൺവെക്സ് ലെൻസിനെ കൺവേർജിംഗ് ലെൻസ് എന്ന് പറയുന്നുണ്ട്. On the other hand, a concave lens diverges the light and it is called diverging lens. Concave lens ലൈറ്റിനെ ഡൈവേർജ് ചെയ്യും. ഡൈവേർജ് ചെയ്യുന്ന പിക്ചർ ആണ് വന്നിട്ടുള്ളത്. ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസിനെ ചെതറിത്തെറിപ്പിക്കുക. ഇവിടെ കൂട്ടി യോജിപ്പിക്കുന്നു, ഇവിടെ ചെതറിത്തെറിപ്പിക്കുന്നു. ഡൈവേർജ്, അതുകൊണ്ട് കോൺകേവ് ലെൻസ് is called a diverging lens. Okay, look at the activity. Take a convex lens and fix it on a stand as you did with concave mirror. Concave mirror ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മെഴുകുതിരി, കാൻഡിൽ ലൈറ്റിന്റെ ഇമേജ് ഒരു സ്ക്രീനിൽ വരുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് കോൺകേവ് മിറർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇമേജ് ബിഗ് ആയിട്ടും സ്മോൾ ആയിട്ടും ചില കേസിൽ ഇമേജ് ഇല്ലാണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്ന സമയത്ത് അതുപോലെ ഇമേജ് കിട്ടുന്നില്ല.
പക്ഷെ ലെൻസിന്റെ കേസിൽ നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് സെയിം ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുക. 50 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ അങ്ങനെയൊക്കെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ലെൻസും കാൻഡിൽ ലൈറ്റും ആയിട്ടുള്ള ഡിസ്റ്റൻസ് അങ്ങനെ മാറ്റി 50 40 30 ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇമേജ് സ്ക്രീനിൽ വരുത്താം. ഇമേജ് വരുത്തുന്ന അങ്ങനെ ഇമേജ് നമുക്ക് കറക്റ്റ് ബിഗ് ഇമേജ് എപ്പോഴാണ് കിട്ടണത്, സ്മോൾ ഇമേജ് എപ്പോഴാണ് കിട്ടുന്നത്, കറക്റ്റ് ഇമേജ് എപ്പോഴാണ് കിട്ടുന്നത്, അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഈ ആക്ടിവിറ്റി പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ആക്ടിവിറ്റി ഇൻസ്റ്റെഡ് ഓഫ് കോൺകേവ് മിറർ വി യൂസ് കോൺവെക്സ് ലെൻസ്. കോൺകേവ് മിറർ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയിൽ കോൺകേവിന് പകരം ഇവിടെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ സ്മോൾ ഇമേജ് വരും, ബിഗ് ഇമേജ് വരും, ഇൻവേർട്ടഡ് ഇമേജ് ആണ് വരുന്നത്, തലകീഴായിട്ടുള്ള ഇമേജ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് ആക്ടിവിറ്റി വരുന്നത്. അപ്പം മിററിൽ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇമേജ് സ്ക്രീനിൽ കിട്ടുന്നത്. ലെൻസിൽ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമേജ് സ്ക്രീനിൽ കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് ദ ആക്ടിവിറ്റി. Next, about sunlight, white or colored. Have you ever seen a rainbow in the sky? Rainbow നമ്മൾ കണ്ടിട്ടുണ്ട്. You might have noticed that it appears usually after the rain when the sun is low in the sky. എപ്പോഴാണ് മഴ പെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ റെയിൻബോ കാണാറ്. The rainbow is seen as large arc in the sky with many colors. Large arc ആയിട്ടാണ് നമ്മൾ ഒരു ആർച്ച് പോലെയാണ് നമ്മൾ കാണുന്നത്. ആർച്ചാണ്. അത് മാത്രമല്ല പല കളേഴ്സ്, അതിൽ എത്ര കളേഴ്സ് ഉള്ളത്? 7 കളേഴ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ കളേഴ്സ്? How many colors are present in the rainbow? 7 colors. When observed carefully, there are 7 colors in a rainbow. Though it may not be easy to distinguish all of them. These are red, orange, yellow, green, blue, indigo and violet. ഇതാണ് റെയിൻബോയിലെ കളേഴ്സ്. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. You might have seen that when you blow soap bubbles, they appear colorful. നമ്മൾ സോപ്പ് ബബിൾസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? നമ്മൾ അത് സോപ്പ് ബബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ റെയിൻബോ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. Similarly, when light is reflected from the surface of a compact disc, ഒരു കോമ്പാക്ട് ഡിസ്കിന്റെ മുകളിൽ ലൈറ്റ് വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ we can see different colors. റെയിൻബോയിലെ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ? On the basis of this experience, could we say that sunlight is a mixture of different colors? ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും സൺലൈറ്റ് എന്ന് പറയുന്നത് ഒരു കളർ അല്ല, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, മിക്സ്ചർ ഓഫ് 7 കളേഴ്സ് അല്ലെ? 7 കളേഴ്സിന്റെ മിക്സ്ചർ ആണ്. ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റി. എ പ്രിസം സ്പ്ലിറ്റ് എ ബീം ഓഫ് സൺലൈറ്റ് ഇൻടു 7 കളേഴ്സ്. ഒരു ഗ്ലാസ് പ്രിസം ആണ്, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് പ്രിസം എടുത്തു, അതിലേക്ക് സൺലൈറ്റ് വന്ന് പതിക്കുകയാണ്. സൺലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് പുറത്ത് എന്തായിരിക്കും? ഇതിലൂടെ പുറമെ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രീനിൽ ഈ ലൈറ്റ് റേസിനെ നമുക്ക് വന്ന് പതിപ്പിക്കാൻ പറ്റും. ആ ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്ന സമയത്ത് വൈറ്റ് കളറിലാണ് വരുന്നത്. പ്രിസത്തിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അത് 7 കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. What is the activity? Take a glass prism, allow a narrow beam of sunlight through a small hole in the window of a dark room to fall on one face of the prism. Glass prism എടുക്കുക, സൺലൈറ്റിനെ എന്താണ് ഗ്ലാസ് പ്രിസത്തിന്റെ ഒരു ഫേസിലേക്ക് വന്ന് പതിക്കാൻ അലൗ ചെയ്യുക. Let the light coming out of the other face of the prism fall on a white sheet of paper or on a white wall. അപ്പം മറുഭാഗത്ത് നിന്ന് വരുന്ന ലൈറ്റിനെ ഒന്നുകിൽ ഒരു വൈറ്റ് സ്ക്രീനിൽ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ വന്ന് പതിപ്പിക്കാം. ഡു യു സീ കളേഴ്സ് സിമിലർ ടു ദോസ് ഇൻ എ റെയിൻബോ? ഓഫ് കോഴ്സ് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഷോസ് ദാറ്റ് സൺലൈറ്റ് കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ്. സൺലൈറ്റിൽ എത്ര കളേഴ്സ് ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട്. ദ സൺലൈറ്റ് ഈസ് സെഡ് ടു ബി വൈറ്റ് ലൈറ്റ്. This means that the white light consists of 7 colors. White light ആണ് സൺലൈറ്റ്. പക്ഷെ സൺലൈറ്റിൽ എത്ര കളേഴ്സ് ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട്. Okay, can we mix these colors to get white light? ഒരു ആക്ടിവിറ്റി ആണ് ഈ കളേഴ്സിനെ മിക്സ് ചെയ്തിട്ട് വൈറ്റ് ലൈറ്റ് കിട്ടുമെന്ന് അല്ലെ? Take a circular Newton's disk എന്നാണ് ഇതിന് പറയാം. Newton's disk. What is the activity? Take a circular cardboard disk of about 10 cm diameter. 10 cm diameter ഉള്ള ഒരു കാർഡ്ബോർഡ് ഡിസ്ക് എടുക്കുക, സർക്കുലർ ആയിട്ടുള്ള. Divide this disk into 7 segments. ഈ ഡിസ്കിനെ 7 segment ആയിട്ട് ഡിവൈഡ് ചെയ്യുക. Paint the 7 rainbow colors on this segment. 7 colors ഇതില് റെയിൻബോയില് 7 കളേഴ്സ് ഇതിൽ കൊടുക്കുക. യു ക്യാൻ ഓൾസോ പേസ്റ്റ്, ഒന്നുകിൽ കളർ കൊടുക്കുക അല്ലെങ്കിൽ ഈ കളേഴ്സ്
ഉള്ള പേപ്പറുകൾ പേസ്റ്റ് ചെയ്യാം. കളേർഡ് പേപ്പേഴ്സ് ഓൺ ദി സെഗ്മെന്റ്. മേക്ക് എ സ്മോൾ ഹോൾ അറ്റ് ദി സെന്റർ ഓഫ് ദ ഡിസ്ക്. ഡിസ്കിന്റെ സെന്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കുക. ഫിക്സ് ദ ഡിസ്ക് ലൂസ്ലി ഓൺ ദ ടിപ്പ് ഓഫ് എ റീഫിൽ ഓഫ് എ ബോൾ പെൻ. എന്നിട്ട് ആ സെന്ററിലെ ഹോള് ഒന്നുകിൽ ഒരു റീഫിൽ അല്ലെങ്കിൽ ബോൾ പെന്നിൽ ഫിറ്റ് ചെയ്യാം. എൻഷുർ ദാറ്റ് ദ ഡിസ്ക് റൊട്ടേറ്റ് ഫ്രീലി. അപ്പൊ ഡിസ്കിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം, ടൈറ്റ് ചെയ്ത് നിൽക്കരുത്. റൊട്ടേറ്റ് ദ ഡിസ്ക് ഇൻ ദ ഡേ ലൈറ്റില് ഈ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. വെൻ ദ ഡിസ്ക് ഈസ് റൊട്ടേറ്റഡ് ഫാസ്റ്റ് the colors get mixed together and the disc appears to be whitish. The activity നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സ്ലോലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കളേഴ്സ് ഓരോന്നായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഫാസ്റ്റ്ലി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ വൈറ്റിഷ് കളർ. നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും? വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. Such a disc is popularly known as Newton's disc. ഈ ഡിസ്കിന് പറയുന്ന പേരാണ് ന്യൂട്ടൺസ് ഡിസ്ക്. Okay, Paheli has a brilliant idea. She has prepared a small top with a small circular disc with 7 rainbow colors painted on it. When the top rotates, it appears nearly white. The activity ആണ്. A top with 7 colors. Okay. Chapter finished. Study well. Thank you.